എടാ അപ്പൊ ഇന്നത്തെ ഒരു കണ്ടന്റ് എന്ന് വെച്ചാൽ ഇത് ഈ 4 പൊതിയാട്ട. ഈ 4 പൊതിയുടെ കേസ് നമ്മളോട് ഒരു വീട്ടിൽ ഫുഡ് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവര് നമുക്ക് കൊണ്ടുതരും 3 നേരത്തുള്ള ഫുഡ്. അപ്പൊ ഞാൻ എന്റെ ഫുഡിന്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ ഏൽപ്പിച്ചിട്ടില്ല. അപ്പൊ ഇവിടെ ആ റൂമിലുള്ള ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ ഒരു പൊതിയുടെ ഓണർ ഇവിടെ ഇല്ല, ആള് നാട്ടിൽ പോയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫുഡ് വേസ്റ്റ് ആക്കാൻ പാടുള്ള എല്ലാവരും പറയാറുണ്ട്. അപ്പൊ അവനും നമ്മളെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഫുഡ് വേസ്റ്റ് ആക്കരുത്, എന്നോട് കഴിച്ചോളാൻ. അപ്പൊ ഞാനിത് കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ ഈ 3 വേറെ ഓണറൊക്കെ ഉണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാല് എത്ര 3 നേരവും കിട്ടും 3000 രൂപയും. അത്യാവശ്യം നല്ല അടിപൊളി ഫുഡാണ്. പക്ഷെ ഇന്നത്തെ ഫുഡ് സ്പെഷ്യലാണെന്ന് എൻ്റെ ഒരു ധാരണ. നല്ല സ്മെല്ല് കിട്ടുന്നുണ്ട്. ട്രൈ നോക്കി നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നല്ല സ്മെല്ലെന്ന് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്ന് ബിരിയാണിയാണ്. ശരിക്കും പറഞ്ഞാൽ ചിക്കനും മീനും ഉണ്ട് കേട്ടോ. അങ്ങനെ ആഴ്ചയിൽ 5 ദിവസം 5 വെറൈറ്റി ഫുഡാണ്. അപ്പൊ നമുക്ക് 2 ദിവസം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്, നമ്മൾ ആ കൂട്ടുകാരുടെ സ്ഥലത്തില്ലാത്ത കാരണം. അപ്പൊ അവന്റെ ഫുഡാണ് ഇത് ഈ കാണുന്നത്, നന്നാകത്താക്കാൻ പോണത്. അപ്പൊ ടേസ്റ്റിന്റെ കേസ് പറയുമ്പോ ചിക്കൻ പീസൊക്കെ ഉണ്ട്, അടിപൊളി ആവൂലെന്ന് അറിയില്ല. കൊള്ളാടാ, കുഴപ്പമില്ല. പിന്നെ ഈ അങ്കമാലിയിലുണ്ടാ നമ്മൾ ഈ സെറ്റപ്പ് ഒക്കെ ഉള്ളത്. അപ്പൊ ഇങ്ങനത്തെ 3 നേരത്തിന് ഫുഡ് ഏൽപ്പിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കുക, നമുക്ക് സെറ്റാക്കാം. അപ്പൊ ഈ ഫുഡിന്റെ റിവ്യൂ എന്ന് പറയണത് എന്തായാലും 100-ൽ നമുക്കൊരു 89 റേറ്റിംഗ് കൊടുക്കാട്ടാ. അത്ര കൊടുത്താൽ മതി. അടിപൊളി ബിരിയാണി ഒക്കെ നമ്മൾ അയച്ചിട്ടുണ്ടെന്ന്. അപ്പൊ ഇന്നത്തെ കണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ.